ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസം തന്നെ ഞങ്ങൾക്കിന്നൊരു പാർട്ടിക്ക് പോകാനുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത് വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് കണ്ടോ നിങ്ങൾ? ഞാൻ ഇന്നാൾ ഗുരുവായൂരിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നേ. അന്ന് നമ്മൾ അമൃത ടി വിൻ്റെ പ്രോഗ്രാമിന് പോകുമ്പോൾ അപ്പോൾ അവിടുന്ന് വാങ്ങിയതാ കേട്ടോ. ഇവിടെ സ്ഥിരമായിട്ടുള്ളൊരു പരിപാടി എന്താണെന്നറിയോ? അച്ഛനും മക്കളും അങ്ങോട്ട് രാവിലെ നേരത്തെ പുറപ്പെട്ട് താഴെ നിൽക്കും. എന്നിട്ട് എന്നോട് പറയും പുറപ്പെട്ട് മാറ്റിയിട്ട് വാതിലടച്ചിട്ട് ഇറങ്ങിക്കുമെന്ന് കേട്ടോ. ഞാനാണെങ്കിൽ എല്ലാം എന്തൊക്കെയോ മറന്നോ ഓടുന്ന തിരക്കിലായിരിക്കും. സിദ്ധുവിന് ഇങ്ങനെയൊക്കെ ഒരു കളി ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കും എന്തെന്നായിരിക്കും നോക്കുന്നത്, അതിലെന്തോ ജീവി ഉണ്ടെന്നും പറഞ്ഞാട്ടോ നോക്കുന്നത്, എന്തൊക്കെയോ പ്രാന്തം കളി കളിക്കും. പിന്നെ ഇവനെ ഡ്രസ്സ് ഇടിച്ച് പുറത്ത് നിർത്തിയാൽ അതെന്തായാലും പോകുമ്പോഴത്തേക്ക് നല്ല കോലാക്കിയിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ കുഞ്ഞ് അങ്ങനെയല്ല കേട്ടോ. ഓനോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല വൃത്തിയിൽ നല്ല എല്ലാ ഡ്രസ്സെല്ലാം നല്ലോണം കൊണ്ടാക്കി. ഇലക്ഷൻ്റെ റിസൾട്ട് ആയതിനെ കൊണ്ട് തന്നെ ഒരു ബസ് ഓടുന്നില്ല മക്കളെ. എല്ലാം കൂടെ ഞങ്ങൾ സ്വീപ്പായി എന്ന് വിചാരിച്ചിട്ടോ. കാര്യം കയ്യിൽ ഒന്നുമില്ലല്ലോ, 2 വീലറും എടുത്തിട്ടില്ല, ഒന്നുമില്ല. അവസാനം ഒരു ലോക്കൽ ബസ് നമുക്ക് കിട്ടി. പിന്നെ ഇവളെങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഞാൻ ഇവിടെ അറക്കൽ പൂരത്തിന് വാങ്ങിയതാട്ടോ. അങ്ങനെ ഞാനും കുഞ്ഞും സിദ്ധു സൈഷറിനും കൂടി ബാഹിയിലേക്ക് ബസ് കയറി. എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ കൂടുതൽ ദൂരമൊക്കെ ഉണ്ട് കല്യാണം. മാഹി പള്ളീൻ്റെ അടുത്തുകൂടിയാണ് പോയേട്ടോ. മാഹിയിലെത്തി നോക്കുമ്പോൾ ഒരാളും മനുഷ്യനും ഇല്ല. എനിക്ക് തോന്നുന്നു റിസൾട്ട് അറിയുന്നതിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം അന്ന് ഒരു ആൾക്കാരും ഇല്ല, ഒരു കടയില്ല. നിങ്ങൾ കണ്ടില്ലേ, വിജനമായി നിൽക്കുകയാണ്. അങ്ങനെ നമ്മളിതാ റിസോർട്ടിലെത്തി. എൻ്റെ ഭാഗം ഒന്നും പറയണ്ട, അടിപൊളി 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 സൂപ്പർ റിസോർട്ടായിരുന്നേ പുറത്തുനിന്ന് തന്നെ കാണുമ്പോൾ. പിന്നെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഞാൻ കുറച്ച് കാര്യം ചേരട്ടോ. ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെ നമുക്ക് എന്തോ ഒരു വെറൈറ്റി. പിന്നെ ഒരു മഴക്കാറും ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും നന്നായിട്ട് വലുതായിട്ടൊന്നും മഴ പെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പിന്നെ ഈടെ പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കിയ ഫുഡ് സെക്ഷനിലേക്കാണല്ലോ. എനിക്കാണെങ്കിൽ ഒരു കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആടെ എന്തൊക്കെ ഫുഡ് ഉണ്ടോ അതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് ചിന്തിക്കുന്ന ആളാട്ടോ ഞാൻ. ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഞാൻ എല്ലാവരും തന്നെ ആദ്യം ജ്യൂസ് കുടിച്ച് അതിന് ശേഷം ഫുഡ് കഴിക്കുക കേട്ടോ. ഫുഡെല്ലാം സൂപ്പറായിരുന്നു. ബീഫും ചിക്കനും എല്ലാ സാലഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഫുഡായിരുന്നു. ഫുഡ് കഴിഞ്ഞതിന് ശേഷം ഓല് തന്നൊരു സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ. അത് ഉണ്ടാക്കുക കേട്ടോ, ലൈവായിട്ട് ഉണ്ടാക്കുകയാണേ. അത് എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരറിയുന്നോലൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. എല്ലാം ടേസ്റ്റ് നോക്കി. ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഉണ്ടോ ആ സ്വഭാവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എല്ലാത്തിൻ്റെ സാധനത്തിൻ്റെ ടേസ്റ്റ് നോക്കണം എന്ന് വിചാരിക്കും കേട്ടോ ഏടെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ ചായ ഉണ്ടായിരുന്നേ, മിൻറ്റ് ലൈം അല്ല, മിൻറ്റ് പൈനാപ്പിൾ, അങ്ങനെ ഓരോ ഫ്ലേവറിൻ്റെ ചായ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം കുടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ കല്യാണ പെണ്ണിനെ കല്യാണ ചെക്കനെ കാണിക്കണ്ടേ. അപ്പോൾ ഇതാണ് നമ്മളെ കല്യാണ പെണ്ണും കല്യാണ ചെക്കനും. നല്ല അടിപൊളി ജോഡികളായി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ പാട്ടുണ്ടായിരുന്നു കേട്ടോ, ഗാനമേള. അതും നല്ല അടിപൊളി, ഒരു സോഫ്റ്റായിട്ടുള്ള സംഗീതമൊക്കെ ആയിട്ടുള്ള നല്ല പരിപാടി, നല്ല പ്രോഗ്രാമായിരുന്നേ. ഏകദേശം 8:30 ആയതിനെ കൊണ്ട് തന്നെ പിന്നെ ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാട്ടോ പോയത്. കാരണം ബസ്സിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. മയ്യഴി എന്താന്ന് ചോദിക്കുന്നത് സിദ്ധുവും കുഞ്ഞും ചോദിക്കുന്നത് എന്താ ഈ മയ്യഴി എന്നാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്ത് മാഹീൻ്റെ പേരാണെന്ന്. മയ്യഴി എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ സിദ്ധുവിന്. അപ്പോൾ അങ്ങനെ തിരിച്ചത് വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുക. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്ന പാടെ കുഞ്ഞു ചോദിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അമ്മേ മംഗലാപുരത്ത് നിന്ന് ഈ ഭാഗത്ത് നിന്ന് ഈ ട്രെയിനിലല്ലേ ഏച്ചി ഇങ്ങോട്ട് വരിക, തിരിച്ച് അങ്ങോട്ട് പോയാലാന്ന് കേട്ടോ. ഓന് ഭയങ്കര മിസ്സിങ് ആട്ടോ ഏച്ചീനെ. ഏത് സമയത്തും പറയുക കാര്യം മാത്രമാണ്, അയ്യോ മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന ട്രെയിനിലാണ് ഏച്ചി ഉണ്ടായിരുന്നെങ്കിൽ, കല്യാണപ്പുറേ പോയപ്പോൾ ഏച്ചി ഉണ്ടായിരുന്നെങ്കിൽ, ഈ കാര്യങ്ങൾ തന്നെയാട്ടോ പറയുക. എനിക്കെന്തോ കേൾക്കുമ്പോൾ എന്തോ സങ്കടം. അപ്പം ഞാൻ ഓന് വേഗം വീഡിയോ കോൾ വിളിച്ചു കൊടുത്തിട്ടോ. എന്താ വെച്ചാൽ മക്കളെ ഒരു മനസ്സല്ലേ, അപ്പോൾ എന്തോ ഒരു സങ്കടം തോന്നിയിട്ടുണ്ടാവും. ഓളി 3 നാളും കൂടിയാണല്ലോ പോവുക. അങ്ങനെ ഇതാ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്ന് അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.